ഘോഷിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബീച്ചറിന്റെ കൂടെ എന്റെ മുഖവും കൂടെ കണ്ടപ്പോൾ, അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോ, അതായത് ഇപ്പോ സാധാരണ ജിസ് പടങ്ങളിൽ ഉണ്ടാവുന്ന കേക്ക് മുറിക്കുന്ന കത്തിക്ക് പകരം ഇവിടെ ശരിക്കുള്ള കത്തി, ചിരിക്കുന്ന ആസിഫ് അലിക്ക് പകരം റഫായ ആസിഫ് അലി, ആ മാറ്റം പാടായിരുന്നു. അല്ല, അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല. പലരും ഓർക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ആ സമയത്ത് 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്പിറ്റേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചൊക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും തിരക്കഥ താങ്കൾ തന്നെയാണല്ലോ. ഈ തവണ എന്തുകൊണ്ടാണ് പുതിയ രണ്ടുപേരെ വെച്ച്? നല്ല ചോദ്യം. ഇതുവരെയുള്ള സിനിമകളുടെയൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു. ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്, സംഭാഷണവും സംവിധാനമാണ്. ഇതിൽ ശരത്തും ആനന്ദും രണ്ടുപേരാണ്. ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ്. ആനന്ദിനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന. രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഭംഗിയായിട്ട് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, രസമായിട്ട് തന്നെ അവർ എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലിയും.